ഇതിനൊക്കെ നമ്മൾ എന്ത് മറുപടി പറയാ? ഒരു പെൺകുട്ടിയെ, അത് വിവാഹം കഴിക്കാത്തൊരു പെൺകുട്ടിയെ ജോലിക്ക് പോണ സമയത്ത് തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പിച്ചി ചിന്തിയിട്ട് സൗമ്യ കേസിൽ വിധി അറിയോ നിങ്ങൾക്ക്? അറിയാം. സൗമ്യ കേസിൽ ഇത് തന്നെയല്ലായിരുന്നേ? സൗമ്യ കേസിൽ മർഡറും കൂടി ഉണ്ടായിരുന്നു. ആ മർഡർ പ്രോസിക്യൂഷൻ തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ടാണ്, ഇയാളാണ് ചെയ്തതെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ടാണ് ആ മർഡറിന്റെ ശിക്ഷ കൊടുക്കാതിരുന്നത്. 376 ശിക്ഷയാണ് കൊടുത്തത്. ആ കുറ്റം, ആ ശിക്ഷയെങ്കിലും ഈ പ്രതികൾക്ക് കൊടുക്കാമായിരുന്നു. ഇത് ആ പ്രതികളുടെ വക്കീലന്മാരുടെ പ്രതികരണം നിങ്ങൾ കേട്ടല്ല? കേട്ടു. ഈ കിടന്ന സമയം, സുനിയുടെ സമയം എന്ന് പറഞ്ഞത് 8 വർഷം എന്ന് പറയുന്നതല്ല. 8 വർഷം അത് 10 വർഷമായിട്ട് കണക്കാക്കും. അപ്പൊ അതിൽ കുറച്ചേ ഉള്ളൂ. സെന്റൻസ് ചിലപ്പോൾ സസ്പെൻഡ് ചെയ്യും കോടതി. അപ്പൊ നാളെ മറ്റന്നാളോ 5 ദിവസം കഴിയുമ്പോൾ അയാൾ പുറത്തിറങ്ങും. മനസ്സിലായില്ലേ? മറ്റു പ്രതികളെ സംബന്ധിച്ച് സുനിക്കില്ലാത്ത, സുനിയല്ല റേപ്പ് ചെയ്തെന്നുള്ള കേസ്, മറ്റു പ്രതികൾക്ക് എല്ലാവർക്കും 20 വർഷം കിടക്കേണ്ടി വരും. നമ്മള് വിധിയെ കുറ്റം പറയാൻ പാടില്ല. അതാണല്ലോ നിയമം. കേരളത്തിലെ സമൂഹത്തിലെ ഒരു മെസ്സേജും കൊടുക്കേണ്ട ഒരു വിധിയല്ല എന്നാണ് കോടതി പറയണത്. കോടതിയിൽ പറയണ, എന്നാ പിന്നെ അതിജീവിത ഒരു വനിതാ ജഡ്ജി വേണമെന്ന് കരുതി ആ വനിതാ ജഡ്ജി എന്നെ കേൾക്കണം എന്ന് പറഞ്ഞപ്പോ ഹൈക്കോടതിയും നിയമവും എന്തിനാണോ വനിതാ ജഡ്ജിനെ അപ്പോയിന്റ് ചെയ്തത്? അതിനൊരു സാമൂഹ്യ പ്രസക്തി ഉള്ളത് കൊണ്ടല്ലേ. എന്നിട്ട് ഒരു സാമൂഹ്യ പ്രസക്തിയും ഇതിനൊന്നില്ലേ? ഈ ഇത്തരത്തിൽ പെൺകുട്ടികൾ ജോലിക്ക് പോകുന്ന സമയത്ത് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി കൊട്ടേഷൻ എടുത്ത് കോൺസ്പിറസി നടത്തി ഇങ്ങനെ റേപ്പ് ചെയ്ത് വലിച്ചെറിയുന്നതിന് അതിൻ്റെ ഒരു സാമൂഹ്യ പ്രസക്തി ഇല്ല.